السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الراحمين الملك الجبار يا الله، നിന്റെ ഫضل കൊണ്ട് رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനകളുമായി സാദാത്തുക്കളുമായി ഉലമാക്കളുമായി സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള എത്തിപ്പെട്ട സദാത്തുക്കൾ പണ്ഡിതന്മാരടക്കം എല്ലാവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, അസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വശളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ശൈഖുനാ താജുൽ അലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നൂറുൽ അലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സയ്യിദുനാ ബസൂട്ട് തങ്ങളും പാപ്പാടക്കം ആരിയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറും സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് തരണം റഹ്മാനേ. ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിത ബന്ധുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇനിയോട് ആവശ്യമില്ല. മണിക്കൂറുകളോളം കർണാടക വഖഫ് ബോർഡ് മെമ്പറും കൂടിയായ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് ഈ സ്റ്റേറ്റിൽ അജയ്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതൻ ഷാഫി സാഹിദി നന്ദാപുരം ഇവിടെ നല്ല പ്രഭാഷണം നടത്തി അല്ലാഹു ഖബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരുമിച്ച് കൂടിയ ഒരുപാട് തങ്ങന്മാർ, ആലിമീങ്ങൾ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സലാമത്തിനെ കൊടുക്കട്ടെ, മഹാന്മാരെ കാവൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇന്ന് വരാൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സക്ലേശ്പുര ഭാഗത്തേക്ക് ഡേറ്റ് തരികയും അന്ന് ചില പ്രശ്നങ്ങൾ കാരണം
പ്രോഗ്രാം നടത്താൻ പെർമിഷൻ അനുവദിക്കാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് മാറ്റിവെച്ച പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച് നാം ഇവിടെ സമ്മേളിച്ചത്. എല്ലാവർക്കും അറിയാം, കൊടകിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിന്റെ പേരിൽ നിയമപരമായി ആളുകൾ ഒരുമിച്ച് കൂടൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിയമപാലകർ അറിയിച്ചപ്പോൾ നമ്മുടെ സംഘാടകർ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തേക്ക് ഡേറ്റ് കണ്ട് നമുക്കിന്ന് സംഗമിക്കാൻ കഴിഞ്ഞത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വളരെ ചുരുങ്ങിയ നിലക്ക് പറഞ്ഞു. ഇവിടെ ഒക്കെ സാധാരണക്കാരായ കുറെ ആളുകളാണ്. ഞാൻ എന്റെ കുട്ടികളോട്, എന്റെ സ്നേഹിതന്മാരോട്, എന്റെ സൗണ്ട് കേൾക്കുന്ന സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, വളരെ മോശപ്പെട്ട് ജീവിക്കുന്ന, വളരെ അക്രമങ്ങളിലും വേണ്ടാത്ത രീതിയിൽ, വേണ്ടാവൃത്തികളിൽ, തമ്മാടിത്തരങ്ങളിൽ, ഗുണ്ടാസത്തിൽ ഒക്കെ അകപ്പെട്ട് നാടിനും നാട്ടുകാർക്കും കുടുംബക്കാർക്കും പരിസര നാട്ടുകാർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബാപ്പയോട് എല്ലാവരും വന്ന് പരാതി പറഞ്ഞപ്പോൾ ആ ബാപ്പക്ക് വല്ലാത്ത വിഷമം, വലിയ സങ്കടം. ബാപ്പാക്ക് സഹിക്കാൻ പറ്റൂല അല്ലേ? നമ്മുടെ മക്കളെ പറ്റി ആരെങ്കിലും നമ്മോട് പരാതി പറഞ്ഞാൽ ഇന്നാരിന്ന രൂപത്തിലാണ്, ഇന്നാരിന്ന വിഷയത്തിലാണ്, വളരെ മോശപ്പെട്ട നിലക്കാണ് നമ്മുടെ മകൻ മകൾ എന്ന് നമ്മോട് പുറത്തുനിന്നുള്ള വാർത്ത കേട്ടാൽ നമുക്കറിയാൻ കഴിഞ്ഞാൽ കിടന്നാൽ ഉറപ്പുവരോ? വലിയ വിഷമായിരിക്കും. ഏതൊരു ബാപ്പാക്കും ഏതൊരു ഉമ്മാക്കും താങ്ങാൻ പറ്റും. സ്വന്തം മക്കളുടെ തോന്നിവാസങ്ങളെ സംബന്ധിച്ചുള്ള വാർത്ത അറിഞ്ഞ് മനസ്സുമുട്ടി, മനപ്രയാസപ്പെട്ട മനസ്സുമുട്ടിയ ബാപ്പ പറഞ്ഞു, മോനെ വിളിച്ചു, മോനെ എടാ, നീ ഇനിമേൽ എന്റെ വീട്ടിലേക്ക് കയറരുത്, ഇനിമേൽ എന്റെ വീട്ടിൽ നീ വരരുത്. എത്രത്തോളം ഞാൻ മരിച്ചാൽ പോലും എന്റെ മുഖത്ത് നീ നോക്കരുത്, എന്റെ സ്വത്തിൽ നിനക്ക് അവകാശമില്ല എന്നുപോലും വെറുപ്പ് കൊണ്ട് പറഞ്ഞ ബാപ്പ ആ മകൻ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു, ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങി. അവന്റെ ജീവൻ അപകടകരമായ സ്ഥിതിയിൽ, മരണം സംഭവിക്കുന്ന അവസ്ഥയിൽ അവൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന നിലക്കുള്ള റിപ്പോർട്ടാണ് ഈ ബാപ്പക്ക് കിട്ടിയത്. ബാപ്പ മനസ്സുകൂട്ടിപ്പോയി. സ്വന്തം മകനോട് പറഞ്ഞ വാക്കുകളൊക്കെ മറന്നു. എന്റെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി എന്താണ് എന്ന് ചിന്തിച്ച് ആ മകന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഏതെല്ലാം മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്, അത് മുഴുവനും സ്വീകരിക്കും എന്നതിൽ സംശയമില്ല. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഒരുമിച്ച് കൂടിയ എന്റെ സൗണ്ട് കേൾക്കുന്ന സകല വിശ്വാസികളോടും ഞാൻ പറയുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബാപ്പയാണ്, നമ്മുടെ പിതാവാണ്. നിങ്ങൾ കർണാടക ഭാഷയിൽ ഈ ഭാഗത്തുള്ള ആളുകൾ അപ്പ എന്ന് പറയുന്നത് അങ്ങനെ. അപ്പൊ എന്റെ സദസ്സിൽ ആലിമീങ്ങളുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ദർസ് നടത്തുന്നവരുണ്ട്, മഹല്ല് ജമാഅത്തുകൾക്ക് നേതൃത്വം നൽകുന്ന സാദാത്തുകൾ പണ്ഡിതന്മാരുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇടപെട്ടുകൊണ്ടും നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ നമ്മുടെ സദസ്സിലുണ്ട്. അപ്പൊ മുതഅല്ലിമീങ്ങൾക്ക് ചിലപ്പം തോന്നുന്നു, തങ്ങളിപ്പോ എങ്ങനെ ഇങ്ങനെ പറയുന്നത്, ഖുർആൻ എതിരല്ലേ ഇപ്പൊ തങ്ങൾ പറയുന്നത്? കാരണം ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളയിൽ സലാം പറയുന്ന ആ ഭാഗത്ത് മദിലിന് മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, മാ കാന മുഹമ്മദുൻ അബാ അഹദി മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല ബാപ്പ അല്ല എന്നല്ലേ ഖുർആനിലുള്ളത്. ചിലപ്പം സാധാരണക്കാരൊക്കെ ചിന്തിക്കും, അപ്പൊ റസൂലുള്ളാഹിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ, ഒരു പുരുഷന്മാരും ബാപ്പ അല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പോ അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്ന മക്കളൊന്നും നബി തങ്ങളുടെ മക്കളല്ലേ? നമ്മള് ഇന്നിപ്പോ ദർസെല്ലാം കുറഞ്ഞ സമയം, ആ സമയത്ത് ശരീഅത്ത് കോളേജുകൾ, മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു പന്തലിച്ച സമയമാണ്. എന്നാലും 100-100 കുട്ടികൾ ദർസിൽ ഓതി പഠിച്ച മഹല്ല ജമാഅത്തുകളിൽ പുതിയ ആശയക്കാർ, പുത്തനാശയക്കാർ, വഹാബി പ്രസ്ഥാനക്കാർ കടന്നു കയറിയിട്ട് എന്തിനാണ് ഇവിടെ ദർസ്? പുറം നാട്ടിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് നമ്മുടെ മഹലിൽ വന്ന് ഓതി പഠിച്ച് അവർക്ക് തീറ്റി പോറ്റി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് അവര് പിന്നെ ഇവിടെ കണ്ടു പോകും. നമുക്കതുകൊണ്ട് എന്ത് നേട്ടം? നമ്മുടെ മക്കളെ കാര്യമല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ മുറിഞ്ഞായങ്ങൾ പറഞ്ഞിട്ട് ദർസുകളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന പുതിയ ആശയക്കാർ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമു പഠിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിം അവൻ സ്വർഗ്ഗത്തിന്റെ വഴി എളുപ്പമാക്കിയവനാണ്. അങ്ങനെ സ്വർഗത്തിന്റെ വഴി തെരഞ്ഞെടുത്തിട്ട് ഒരു കുട്ടി നമ്മുടെ ദർസിലേക്ക് വന്നാൽ, ഒരു മുതഅല്ലിം മതം പഠിക്കാൻ വേണ്ടി വന്നാൽ, ആദ്യമായിട്ട് ഉസ്താദുമാര് മീസാൻ മറിച്ചു വെച്ചു കൊടുത്തിട്ട് അവനിക്ക് ഫേലുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സർഫാക്കുന്ന നിലക്ക് ഫേലിനെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കും. മോനെ നീ വായിക്ക്, ഫഅല ഫഅല ഫഅലു ഫഅലതു ഫഅലത ഫഅൽന فعلى صيغة واحدة مذكر أوعب إثبات فعل ماضي معروف ضمير تروه هو هما هم هي هما هن أنت أنتما أنتم أنت أنتما أنتن أنا نحن എന്നൊക്കെ പറഞ്ഞ് മീസാൻ ഓതി കൊടുത്ത്, അജ്നാസുൽ സുവറ ഓതി കൊടുത്ത്, അജ്നാസുൽ കുബറ ഓതി കൊടുത്ത്, സഞ്ചാനിലെ തർക്കീബിന്റെ, സഞ്ചാനിലെ അസ്ലു വെക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്, അവാമിലെ തർക്കീബ് വെക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി, തഖ്വ ലിസാൻ ഓതി, തുഹ്ഫ ഓതി, ഖത്തർനദ് ഒന്നും കൂടെ ഓതി, നഹ്വൊക്കെ ഒന്നും കൂടെ ഉറപ്പിച്ച് കറക്റ്റ് ചെയ്യാൻ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ മറിച്ച് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ചൊല്ലിക്കോ, ഖാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫാ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. അൽഫിയോദന കുട്ടികൾക്ക് നല്ല രസാ. നഹ്വിന്റെ ഖായിദ ഓരോ ബൈത്തിന്റെ വല്ലഹസിൽ ഇങ്ങനെ മനസ്സിലാക്കി അതിൽ പറഞ്ഞ ഖായിദ എന്താണ്? അൽഫിന്റെ 1000 ബൈത്ത് ഹിഫ്ളാക്കും മുതഅല്ലിമീങ്ങൾ. ഭയങ്കര ഒരു ഈനാസാണ്. അങ്ങനെ പദ്യം പാടാക്കുന്ന കൂട്ടത്തിൽ 1000ാമത്തെ ബൈത്ത് എന്ന് പറഞ്ഞു അൽഫിന്റെ. അപ്പൊ പറയും, വആലിഹിൽ ഉർദിൽ കിറാമിൽ ബാററ വസഹ്ബിഹിൽ മുൻതഖിബീനൽ ഖിയറാ. ഈ നിലക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അറിയാൻ, ഹബീബായ തങ്ങളെ ഹദീസ് മനസ്സിലാക്കാൻ, ദീനി ഉലൂമുകളും ശരീഅത്തിന്റെ അഹ്കാമുകളും മനസ്സിലാക്കാൻ, ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ, നഹ്വിന്റെ ഖായിദ പഠിച്ച കുട്ടിയോട് അറബിയിൽ ആണുങ്ങൾക്ക് എന്താ അറബിയിൽ പറയാ? മോനെ, ആണുങ്ങൾക്ക് എന്താ അറബിയിൽ പറയാ? റജുൽ. റജുൽ, റിജാൽ. റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാര്, ദക്കറും ബാലിഗും, പ്രായപൂർത്തി എത്തിയ എല്ലാ പുരുഷന്മാർക്കും അറബിയിലുള്ള പ്രയോഗമാണ് റജുൽ, പുരുഷൻ, റിജാൽ, പുരുഷന്മാർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആയത്തിൽ മാകാന മുഹമ്മദുൻ അബാ അഹദ് മിൻ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂലിന് ആൺമക്കൾ ജനിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് തന്നെ ആ മക്കൾ വഫാത്തായിട്ടുണ്ട്. ആ മക്കൾ അല്ലാഹു അവരിലേക്ക് മടക്കി റബ്ബേ, ആ ഉപ്പാപ്പമാരെ കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പിന്നെ എന്താണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? വലാകിൻ റസൂലുള്ളാഹ്. ഇവിടെ ലാക്കിൻ, അതിനാ ഞാൻ നഹ്വിന്റെ ഖായിദ പറയാൻ, ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാഖ്. ഇസ്തിദ്റാഖ് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖ്, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ്ഉ ചെയ്യുക. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്? ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാകിൻ
അബൻ റൂഹാനിയ ആത്മീയ പിതാവാണ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് മഹാന്മാര് നമ്മോട് മദ്ഹ് ചെയ്യാൻ പറയുന്ന കൂട്ടത്തിൽ ആശിഖുർ റസൂൽ ഉമർ ഖാദി തങ്ങൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹാണ് മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ബഹുമാനം പറയാ, അവിടത്തെ മദ്ഹ് ചെയ്യാ. നിങ്ങൾ കണ്ടില്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതാ മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് നമ്മോട് പറയാണ്, മക്കളെ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ പറഞ്ഞോ അന്ത ഉമ്മുൻ അം അബു ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. جل الصلاة والحبيب العربي. ഓ നബിയേ, തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെപ്പോലെ റഹ്മത്തുള്ള ഒരാളെ കാണാനില്ല. എത്രത്തോളം ഖാദി ഇയാദ് തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതുപോലെ അതാ പാല് കുടിക്കുന്ന കുഞ്ഞുള്ള മാൻപേടെ ഒരാൾ ഉടമസ്ഥൻ ബന്ധിതനാക്കി ബന്ധസ്ഥ അവസ്ഥയിൽ കുഞ്ഞിന് പാല് കുടിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ആ മാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും എന്റെ മുതലാളി സമ്മതിക്കുന്നില്ല. എന്നെ ബന്ധസ്ഥനാക്കി കെട്ടിപ്പൂട്ടി എന്നെ കെട്ടിയിട്ടത് കൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യ. ഇടപെടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. മാനിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തിയതാ വിഷയം പറഞ്ഞു ധരിപ്പിച്ച് അതിന്റെ കെട്ടഴിച്ച് മേഞ്ഞുവിടാൻ അനുമതി കൊടുക്കുന്നു. ചോദിച്ചോട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് മൃഗങ്ങളെ വിഷയത്തിൽ പോലും ഇടപെട്ട് പരിഹാരം ചെയ്ത് സന്തോഷിപ്പിച്ച വാർത്തയാണ് നമ്മുടെ മുമ്പിലെങ്കിൽ ഈ ഉമ്മത്ത് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മത്തിന് വേദന വന്നാൽ, ഉമ്മത്ത് വിഷമിച്ചാൽ, ഉമ്മത്ത് പ്രയാസപ്പെടുമ്പോൾ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ കൈവിടാത്ത നേതാവാണ്, നിരാകരിക്കാത്ത നേതാവാണ്, അകറ്റാത്ത നേതാവാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ തങ്ങളുടെ സന്തോഷത്തിലായിട്ടുള്ള ജീവിതമാണ് നാം ജീവിക്കാൻ ശ്രമിക്കേണ്ടത്. അത്രയും റഹ്മത്തിന്റെ കേദാരമായ തങ്ങൾ നമ്മെ നോക്കും, നമ്മെ കാണും, നമ്മെ അറിയും, നമ്മുടെ വിഷയത്തിൽ ഇടപെടും. നമുക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് ഹബീബ് നമ്മെ എത്തിക്കും, അതിൽ സംശയമില്ല. അതേസമയം അവിടെ നിന്ന് പറയാണ്, ഈ ഉമ്മത്ത് തെറ്റ് ചെയ്താൽ, ഇന്ന് കള്ളുകുടിയന്മാരായ ചെറുപ്പക്കാർ വർദ്ധിച്ച കാലം, കഞ്ചാവ് വലിക്കാര് വർദ്ധിച്ചു, ആൻസ് വെക്കുന്നവർ വർദ്ധിച്ചു, പാൻപരാഗ് ചവക്കുന്നവർ വർദ്ധിച്ചു, മധു തിന്നുന്നവർ വർദ്ധിച്ചു. അല്ലേ? മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം ചെറുപ്പക്കാർ ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ചാറ്റിങ്ങിലും മിസ്കാളിലും മെസ്സേജിലും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ജോലിയിൽ പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും പുറത്തിറങ്ങുന്നവരും വരെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല. അവിടുത്തെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഈ ഉമ്മത്ത് തെറ്റ് ചെയ്താൽ തങ്ങളെ മനസ്സ് വിഷമിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ വിഷമിപ്പിച്ചാൽ പിന്നെ ജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? പിന്നെ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ?
അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു ജീവിതവും ഒരു തെറ്റും ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടിരിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഉമ്മത്ത് നന്മ ചെയ്താൽ, ഖൈറാത്തുകൾ ചെയ്താൽ തങ്ങൾ പറയാണ് ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതി പറയും, അല്ലാഹുവിന് ഞാൻ സ്തുതി പറയും, അൽഹംദുലില്ലാഹ് ഹംദ് പറയും. ഈ ഉമ്മത്ത് തെറ്റ് ചെയ്താൽ ഉമ്മത്തിന്റെ ദോഷം പൊറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടും, പൊറുക്കലിനെ ചോദിക്കും. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, നമുക്ക് കുറഞ്ഞ കാല ആയുസേ ഉള്ളൂ. അവിടുന്ന് അറിയിച്ചതുപോലെ ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ സമുദായത്തിന്റെ ആയുസ് അത് 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. 63 എത്തിയപ്പോൾ ഹബീബായ തങ്ങളെ ഹദ്റത്തിലേക്ക് മലക്കുൽ മൗത്ത് വരുന്നു, സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു, ഇപ്പോഴും റൗളയിൽ വിശ്രമിക്കുന്നു. 63 എത്തിയപ്പോഴാണ് അവിടുന്ന് ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്ത വലിയ ശറഫ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹബ്ബ് ഗാനം, വലിയ ഖബൂലിയത്തും ദറജയും വലിയ ശറഫും കിട്ടിയിട്ട് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവരെന്ന് ഹബീബ് പരിചയപ്പെടുത്തിയ അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗ്ഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗ്ഗപ്രവേശം നടത്തുന്നത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. അല്ലാഹുവിന്റെ ഹബീബ് മഹത്വപ്പെടുത്തി പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങളും 63 എത്തിയപ്പോൾ മദീനയിൽ തങ്ങളെ റൗളയിൽ തന്നെ ഒരു മുഴം അപ്പുറത്തായി ഹബീബായ തങ്ങളെ ചാരത്ത് വിശ്രമിക്കുന്നു അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാരുടെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? വലിയ വലിയ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട വലിയ മഹാന്മാർ. ഞാൻ താരീഖ് പറയല്ല, നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്താൻ പറയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. അവരുടെ വഫാത്ത് സംഭവിച്ചു, രണ്ടാമത് മറ്റൊരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ തങ്ങൾ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. ആ ഉസ്മാൻ തങ്ങളോട് അല്ലാഹു റസൂൽ പറയാണ്, യാ ഉസ്മാൻ അൻത റഫീഖി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങൾ എന്റെ ചങ്ങാതിയാണ്, സ്വർഗ്ഗത്തിൽ നിങ്ങൾ എന്റെ ചങ്ങാതിയാണ്. ആ നിലക്ക് സന്തോഷം പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ താരീഖിൽ കാണാം, അവിടെ ഖബർ കണ്ടാൽ, ശ്മശാനത്തിൽ ഖബർ കണ്ടാൽ അവിടത്തെ മനസ്സ് പൊട്ടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു, തേങ്ങി തേങ്ങി കരയുന്നു. ഒരു ദിവസം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇറങ്ങി വന്ന് പറയുന്നു, നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചപ്പോ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ തേങ്ങി തേങ്ങി സ്വഹാബത്തിന് ആയത്ത് ഓതിക്കൊടുത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വലിയ ധീരന്മാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തുടങ്ങിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് നരകത്തിന്റെ അദാബ് വിശദീകരിക്കുമ്പോ മനസ്സ് പൊട്ടിയിട്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്നു. സ്നേഹിതന്മാരായ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹു ഉസ്മാനെ, അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഖബർ കാണുമ്പോ അങ്ങനെ പൊട്ടിക്കരയാൻ കാര്യം എന്താണ്? ഉസ്മാൻ തങ്ങൾ മറുപടി പറയുന്നു, ഓ സ്നേഹിതന്മാരെ, ഓ സ്വദീഖന്മാരെ, ഹബീബായ തങ്ങൾക്ക് നരകത്തിന്റെ അദാബിന്റെ ആയത്തിറങ്ങി തങ്ങൾ വിഷമിച്ച് സ്വഹാബത്തിന് നമുക്ക് പറഞ്ഞു തരുമ്പോ സ്നേഹിതന്മാരൊക്കെ പൊട്ടിക്കരയുമ്പോ പാവപ്പെട്ട ഉസ്മാന്റെ ഖൽബിൽ വിഷമമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് വേദനയില്ലാത്തത് കൊണ്ടല്ല, വലാകിന്നി സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ,
ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ് കേട്ടോ. ആ ഖബറിൽ ഒരാൾക്ക് എളുപ്പമാണോ? ശേഷമുള്ളത് സന്തോഷമാണ്. ആ ഖബറിൽ ഒരാൾക്ക് വിഷമമാണോ? പ്രയാസമാണോ? അവിടെ കൊടുക്കാണോ? ശേഷമുള്ളത് വലിയ ഗൗരവമേറിയതാണ്, വലിയ അശത്താണ്, ഭയങ്കരമാണ്. പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് പോലെ ഉസ്മാന് കടന്നാൽ ഉറക്കില്ല, മനസ്സിന് സമാധാനമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാന്മാരാണ് ഈ പറയുന്നത്. എന്നാൽ ദൈനംദിനം നോക്കുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, കുടിക്കുന്ന വെള്ളത്തിൽ ഹറാമിന്റെ കലർപ്പ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിന്റെ കലർപ്പ്, പിടിക്കുന്നത് ധരിക്കുന്ന വസ്ത്രത്തിൽ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ, താമസിക്കുന്ന വീടുകൾ, ഇൻട്രസ്റ്റുമായി ലോണുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഹറാമിലായിട്ട് പുറത്തിറങ്ങിയാൽ വേണ്ട അടച്ചിട്ട റൂമിൽ സ്വകാര്യമായിട്ടിരിക്കുമ്പോഴും നമ്മുടെ കൈവശമുള്ള മൊബൈലിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാർക്ക് ഏത് തോന്നിവാസങ്ങളും കണ്ടാസ്വദിക്കാൻ ഇന്ന് സൗകര്യം കൂടുതലാണെങ്കിൽ ഇങ്ങനെ മലീമസമായ ഹറാമിലായിട്ട് ജീവിക്കുന്ന നമുക്ക് എങ്ങനെ കിടന്നാൽ ഉറക്കു വരും? നമുക്ക് മരിക്കണ്ടേ? കാലാകാലം ഇവിടെ അങ്ങനെ കഴിഞ്ഞുവിടുവോ? മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല, ആണോ പെണ്ണോ ഒന്നും നോട്ടമില്ല. അവധി എത്തിയാൽ അള്ളാഹ് കൊണ്ടുപോകും. അതിന് രോഗമൊന്നും വേണ്ട. എത്ര ആൾക്കാരെ അറ്റാക്ക് ആയിട്ട് പോകും, എത്ര അപകടത്തിൽ പോകും അല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ബായാർ സ്വലാത്തിന്റെ CD കാസറ്റും ബായാർ മുജമ്മഅന്റെ കലണ്ടറും ഒക്കെ നിങ്ങൾ എല്ലാവരും എത്ര കലണ്ടർ പോരെങ്കിലും ബർക്കത്തിന് വേണ്ടി ബായാറിലുള്ള ഒരു കലണ്ടർ വാങ്ങണം. അവിടെ ഒരുമിച്ച് കൂടുന്ന 10,000-കണക്കിന് ആളുകൾ ഓരോ മാസം സ്വലാത്തിൽ 50,000, 60,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്ന്, UAE-യിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന്, കുവൈത്തിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, സൗദിയിൽ നിന്നുൾപ്പെടെ സംബന്ധിക്കുന്ന പരിശുദ്ധമായ ബായാർ സ്വലാത്തിന്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ നിങ്ങളെ വീടുകളിൽ തൂകുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ മഹത്തായ മജ്ലിസിൽ നീറുന്ന, മനസ്സ് പൊട്ടിയ, വേദനിക്കുന്ന, എത്രയോ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ വസീലയാക്കിയിട്ട് ദ്വാരക്കുന്ന ദ്വായിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അതാ പങ്കാളികളാകാൻ, നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ആ ദുആയിൽ ഉൾപ്പെടും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ബായാർ സ്വലാത്തിന്റെ, ബായാർ മുജമ്മഅ സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ കലണ്ടർ ഓരോന്ന് കൈവശപ്പെടുത്തണം. അവിടുത്തെ സ്വലാത്തിന്റെ CD ഉണ്ട്, ആവുന്നവർ അത് വാങ്ങിയിട്ട് നോക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് മരണം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കൂല. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കർണാടകയിൽ ഉള്ള ഒരു എയർപോർട്ടാണല്ലോ മാംഗ്ലൂർ ബജ്പേയ് എയർപോർട്ട്. ദുബൈയിൽ നിന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദുബൈയിൽ നിന്ന് പുറപ്പെട്ടു ബജ്പേയിൽ ഇറങ്ങി ലാൻഡ് ചെയ്ത വിമാനം പൊട്ടിത്തെറിച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് 100-കണക്കിന് ആളുകൾ വെന്ത് മരിച്ചു. ആളുകളെ പോലും DNA ടെസ്റ്റ് നടത്തിയിട്ട് പോലും ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവരാരും ചിന്തിച്ചില്ല. അതിൽ മക്കളെ കല്യാണം നടത്താനുള്ള ആൾക്കാരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിട്ട് കാണാമെന്നവരുണ്ടായിരുന്നു, വീടുണ്ടാക്കിയിട്ട് വീട് കുടിയാകാൻ ഉദ്ദേശിച്ചവരുണ്ടായിരുന്നു, ബാപ്പ മൗത്തായിട്ട് കാണാൻ പറ്റിയില്ല, ബാപ്പന്റെ ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറയാൻ ഉദ്ദേശിച്ചവരുണ്ടായിരുന്നു. പല ആഗ്രഹങ്ങളുള്ള ആളുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗ്രഹം പൂർത്തിയാക്കാൻ അല്ലാഹു അവസരം കൊടുത്തില്ല, ടൈം എത്തി, അവരന്ന് കൊണ്ടുപോയി. ഇതാ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിലനിൽപ്പില്ല.
ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ കൂട്ടുകുടുംബം നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും കൊട്ടാരങ്ങൾക്കും അധികാരത്തിനും ആരോഗ്യത്തിനും ഭംഗിക്കും ഒന്നും നിലനിൽപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മൗത്ത് സംഭവിച്ച് നീണ്ടകാല വിശ്രമ കേന്ദ്രമാകുന്ന ഖബറിൽ നമുക്ക് പോയി കിടക്കണമെന്ന ചിന്ത ഒരു മനുഷ്യനിൽ, ഒരു മുസ്ലിമായ പുരുഷനിലോ ഒരു മുസ്ലിമത്തായ സ്ത്രീയിലോ ഉണ്ടായാൽ ആ മുസ്ലിം പെണ്ണ് ഒരു കാരണവശാലും ബ്യൂട്ടി പാർലറിൽ പോകാൻ അവൾക്ക് മനസ്സ് വരില്ല. മുസ്ലിം പെണ്ണുങ്ങൾ എങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകും? എങ്ങനെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യും? എങ്ങനെ മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് എങ്ങനെ പുറത്തിറങ്ങി മുസ്ലിം സഹോദരിമാർ നടക്കും? എങ്ങനെ മുസ്ലിം ചെറുപ്പക്കാർ മുടി തട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ജീൻസും കോട്ടുമായിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിതം എങ്ങനെ മുസ്ലിം ചെറുപ്പക്കാർ സ്വീകരിക്കും? എങ്ങനെ മുസ്ലിം ചെറുപ്പക്കാർ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടും? ഒരു നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ എങ്ങനെ അകപ്പെടും? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾക്ക് ഇതൊന്നും പറ്റൂല. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കരുത്. നിങ്ങൾ ആവുന്നത്ര സ്വലാത്ത് ചെല്ലണം. സ്വലാത്ത് സർവ്വ പ്രശ്നത്തിനും പരിഹാരമാണ്. ഞാൻ വാക്ക് ചുരുക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അഹ്സാബ് സൂറത്തിൽ അല്ലാഹു അറിയിച്ച ഹബീബായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ, അല്ലാഹു മലായികത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ, തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ആവുന്നത്ര ചൊല്ലിക്കുക. എല്ലാവരും എണീറ്റുന്നാണ് റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ഒരു 11 സ്വലാത്ത് നിങ്ങൾ പറയാൻ ഈ മജ്ലിസിൽ നിങ്ങൾ ഉറപ്പിക്കണം. ഏതാ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറഞ്ഞാൽ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് 11 വട്ടം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ല, മൗത്ത് വരെ നിലനിർത്തുക. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ അത് നമുക്ക് വഴിയാകും. തങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അത് കാരണമാകും. ഇമാമിങ്ങളുടെ ജീവിതം പോലെ തങ്ങളെ ഖൽബിൽ നിറയാൻ അത് കാരണമാകും. ഹറാമിന്റെ ജീവിതം നമ്മിൽ നിന്ന് അകലാൻ, നാം ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിലേക്ക്, അതാ തഖ്വയിലായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയിൽ ഈ സ്വലാത്ത് നമ്മെ നയിക്കും. സ്വലാത്ത് ആണ് ഇന്ന് കള്ള തരീഖത്തും കള്ള ശൈഖന്മാരും ഉള്ള സമയം. നമ്മുടെ ശൈഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ദിക്ർ അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വലാത്ത് ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്ബറുഹും അലയ്യ സ്വലാത്ത്. ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ, എന്റെ മേൽ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും ഹബീബായ തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ബായാറ് സ്വലാത്തിൽ ഇത്ര ആള് കൂടാൻ കാരണം എന്താണെന്നറിയുക? എത്രയോ സംസാരിക്കാത്തവർക്ക് അല്ലാഹു സംസാരശേഷി തിരിച്ചു കൊടുത്തു. എത്ര നടക്കാത്തവർ നടന്നു. എത്ര കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടി. എത്ര മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തി. എത്ര മക്കളില്ലാതെ വിഷമിച്ച 10ഉം 25ഉം വർഷമായി ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതിയിട്ട് അല്ലാഹു മക്കളെ കൊടുത്തു. ഇങ്ങനെയുള്ള ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഒരുപാട് വിഷയങ്ങൾ സ്വലാത്തിലൂടെ പരിഹാരമായത് ജനങ്ങൾക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് ബോധ്യമായപ്പോൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു നാട് മുഴുവനും സ്വലാത്തിന്റെ ദിവസം വീർപ്പുമുട്ടുണ്ട്. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസമൊക്കെ ലോഡ് കണക്കിന് വെള്ളക്കുപ്പികൾ വിൽക്കാൻ വേണ്ടി വിൽപ്പനക്ക് ഇറങ്ങിയിട്ട് അവസാന ആളുകൾക്ക് 20-50 രൂപ കൊടുത്താൽ ഒരു ബോട്ടൽ വെള്ളം, ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ ഒരു ബോട്ടൽ വെള്ളം കിട്ടാനില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടി. വെള്ളം മുഴുവനും തീർന്നുപോയി. ഒന്ന് നിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ഒരു നാട് മൊത്തം ജനങ്ങളെ കൊണ്ട് നിറയുന്ന പരിശുദ്ധ ബായാറ് സ്വലാത്ത് അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സർഫ. നമ്മളാരും പൗരല്ല.
നമ്മളെല്ലാം കൊണ്ട് കുറവുള്ള ആളുകളാണ്, നമ്മൾ ഇൽമില്ലാത്ത ആളുകൾ, ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞൊരു അക്മലുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോരിശ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ആ തങ്ങളെ കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ സ്വന്തം നാടിൽ നിന്ന് നാട് കടത്തി തങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ചതിന്റെ പേരിൽ തങ്ങളെ വെള്ളം മുടക്കി, തങ്ങളെ അന്നം മുടക്കി, പല അക്രമങ്ങളും നടത്തി. എത്രത്തോളം ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട്, പാറയിൽ തട്ടിയ കൈയിന്റെ വിരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ബിമൈതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ കയ്യേ, നീ വെറുമൊരു കൈയല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് പിടക്കുന്ന കൈയിനെ നോക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാമിന് ഒരു മങ്ങലുമേൽപ്പിക്കാതെ നമ്മിലേക്ക് പവിത്ര ഇസ്ലാം കൈമാറിയ അവിടുത്തെ അസ്ഹാബ് അവരുടെ ജീവനും സമ്പത്തും മുഴുവനും സമർപ്പിച്ചിട്ട് മഹാന്മാരായ അയിമ്മത്തുകൾ, ഇമാമികൾ ആദർശ പ്രസ്ഥാനത്തിൽ അടിയുറച്ചതിന്റെ പേരിൽ തിളച്ചുമറിയുന്ന വലിയ ചെമ്പിലെ കത്തിച്ചൊലിക്കുന്ന എണ്ണയിലേക്ക് ജീവനുള്ള ശരീരം മുക്കിയെടുത്തിട്ട്, പപ്പടം പൊരിച്ചെടുക്കുന്നത് പോലെ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറാതെ നമ്മിലേക്ക് കൈമാറിയ വിശുദ്ധ ഇസ്ലാമിന് മലീമസപ്പെടുത്തുന്ന ഹറാമിന്റെ ജീവിതം നമ്മിൽ സംഭവിച്ചാൽ അല്ലാഹു തന്നെ വെറുതെ വിടില്ല. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, അല്ലാഹു തന്നെ ഖബൂലാക്കില്ല. ഇതിന് മുഴുവനും പാഠം പഠിപ്പിച്ചിട്ട് നിന്റെ ശ്വാസമടക്കി ഖബറിലേക്ക് നിന്നെ കൊണ്ടുപോകൂ എന്ന ബോധം ഓരോ മുസ്ലിമിനും ഓരോ സഹോദരിമാർക്കും ഉണ്ടായിരിക്കും. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട, ഒരു ഹറാമും വേണ്ട, ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു ഗാനമേളയും ഒരു സർക്കസും ഒരു ഹറാമായ ഒരു ബ്ലൂ ഫിലിമും വേണ്ട. മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ നിന്റെ മൊബൈലിൽ കയറ്റി വെച്ചത് മുഴുവനും നീ ഡിലീറ്റ് ചെയ്തോ, ഖൽബിൽ നിന്നും ഡിലീറ്റ് ചെയ്തോ. ഒരു മുജാഹിദ് ആശയത്തിലും പെടണ്ട, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടണ്ട, ഒരു സലഫി ആശയത്തിലും പെടണ്ട, ഒരു തബ്ലീഗ് ജമാഅത്തിലും പെടണ്ട. അത്തരം ഒരു പുതിയ വഹാബി പ്രസ്ഥാനത്തിലും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാം അത് അഹ്ലുസുന്ന മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അവസാന കാലഘട്ടം ബനു ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുമെന്നും കുല്ലുഹും ഫിന്നാർ, മുഴുവൻ പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒന്നേ സ്വർഗ്ഗത്തിലേക്കുള്ളൂ. സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചു, ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗ്ഗീയ പ്രസ്ഥാനം തങ്ങളെ? ഖാൽ, അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ സ്വഹാബത്ത് ഖുർആൻ പറഞ്ഞതുപോലെ ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ എത്തുമെന്ന വിവരം മദീനക്കാർ അറിഞ്ഞപ്പോൾ അവർക്ക് രാത്രി കടന്നാൽ ഉറക്കില്ല, അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, ഒരേ പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് ഹബീബായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക. പ്രതീക്ഷയോടെ നിൽക്കുന്ന ദിവസം കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ കണ്ടപാടെ മദീനത്തെ അൻസാരികളായ സ്വഹാബത്ത് മൗലിദ് ഓതി തങ്ങളെ സ്നേഹിച്ചിട്ട് അവിടത്തെ സ്വീകരിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് വലിയ മൗലിദ്, മറുഭാഗത്തുനിന്ന് അതിന് ജവാബ് പറയാണ്. ഈ മൈക്കിലൊക്കെ പ്രസംഗിച്ച സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അവസ്ഥ. ഞാനിപ്പോ നിർത്തും, ഇത്രയും ബുദ്ധിമുട്ടായി വന്നില്ല സംസാരിക്കും, അല്ലെങ്കിൽ ഒരു കെലിമത്ത് പറയാൻ കഴിയൂല. ഒരു ഭാഗത്തുനിന്ന് ത്വലഅൽ ബദ്റു മൗലിദ് ഓതുമ്പോ മറുഭാഗത്തുനിന്ന് അതിന് ജവാബ് പറയാണ്. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് തങ്ങളെ
ഹദ്റത്തിൽ നടക്കുകയാണ്. ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹി, അവിടുത്തെ മുഖത്തുനിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദ് ഓതിയ സ്വഹാബത്തിന് ആശീർവാദം നൽകുന്നു. അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഖൽബിൽ നിറച്ച് അമാലുകളിൽ മഹത്വമുള്ള ഹബ്ബ്, ആ ഹബ്ബ് നിലനിർത്താൻ തങ്ങളെ മദ്ഹിലായി സ്വലാത്തുമായി ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കാതെ സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്തി ഹറാം കൈയൊഴിഞ്ഞ് ജീവിക്കാൻ നാം നഫ്സടക്കം പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോ കണ്ണുകൾ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സ്വലാത്തിലില്ലേ, ഇത് സ്വലാത്ത് വാർഷിക മജ്‌ലിസാണ്. നിങ്ങളൊക്കെ കഴിവിനനുസരിച്ച് സ്വതക്കന്റെ കയ്യിൽ ദുആന്റെ ശേഷം തരണം. ഞാൻ സാധാരണ എല്ലാ സദസ്സിലും എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചു അല്ലേ, ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇനി സ്വലാത്ത് ചൊല്ലി ദുആ കഴിഞ്ഞതിന്റെ ശേഷം മുസാഫഹത്ത് ചെയ്യും. മുസാഫഹത്ത് ചെയ്ത് പിന്നെ എണീറ്റ് പോകുമ്പോൾ ആരെങ്കിലും ക്യാഷ് എന്നാൽ അത് സംഘാടകർക്ക് ഇട്ട് കൊടുക്കും, ബക്കറ്റിൽ ഇട്ട് കൊടുക്കും. ഇവിടെ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങളൊക്കെ സ്വതക്ക അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറഞ്ഞ സ്വലാത്ത് ദിക്ർ സ്വലാത്ത് പറഞ്ഞു ബായാറ് സ്വലാത്ത് ഈ ഫെബ്രുവരി മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ ഞങ്ങളെ നാട്ടിലും സ്വലാത്ത് നടത്തുന്നുണ്ട്. ഞാനും സാധുവായ ഞാനും നമ്മുടെ പ്രിയ സ്നേഹിതൻ കൊളത്തൂർ അലവി തക്കാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാര് ഞങ്ങൾ നടത്തുന്ന മൂന്നാക്കൽ സ്വലാത്ത് വരുന്ന തിങ്കളാഴ്ച 1-ാം തീയതി ഫെബ്രുവരി 1-ാം തീയതി വളാഞ്ചേരി മൂന്നാക്കൽ. അപ്പൊ അതിന് നമ്മളെ കുറെ നാട്ടിലെ തങ്ങന്മാരൊക്കെ ഉണ്ട്, കൊടിഞ്ഞിക്കാര് എല്ലാവരും ഉണ്ട്, അവർക്കൊക്കെ അറിയാം. അപ്പോ ഇൻഷാ അല്ലാഹ് ഒരുപാട് മലപ്പുറത്തുകാരായ പഴയ ആളുകളും ഇവിടെ ഉണ്ടാവും. ചിക്ക്മാംഗ്ലൂരെല്ലാം പോകുമ്പോ കുറെ മലപ്പുറക്കാർ അവിടെ വന്ന് പഴയ കാലത്ത് കുടിയേറി പാർത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അത് സെക്രട്ടറി പോലത്തുണ്ടോ? മലപ്പുറക്കാരുണ്ടോ? ഉണ്ടാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നോ അവിടൊക്കെ എത്തിപ്പെടാൻ നാം ശ്രമിക്കുകയും ഒരു ബായാറ് സ്വലാത്തിന്റെ മാത്രം ബഹുമാനല്ല, ലോകത്ത് തങ്ങളെ സ്വലാത്ത് ആര് എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നോ അവിടൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫ് കൊണ്ട് വലിയ സലാമത്തുകളും ആഫിയത്തുകളും ജനങ്ങൾക്ക് കിട്ടും. അതിൽ സംശയമില്ല. ആ മഹത്തരമാണ് സ്വലാത്തിനെ മഹത്വപ്പെടുത്തി തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നത്തിനും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മുടെ ഇന്നത്തെ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോ നമ്മുടെ സ്നേഹിതൻ സൂര്യ സൂര്യ ഞാൻ ഈ സകലേശ്വരം പരിപാടിക്ക് വരാൻ പ്രയാസം ഉണ്ടാന്ന് പറഞ്ഞപ്പോ സൂര്യ പറഞ്ഞു എന്തായാലും സകലേശ്വരത്ത് പോയേ പറ്റൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് അന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഇന്ന് പോയിട്ടില്ലെങ്കിൽ ആ നാട്ടുകാർക്ക് നമ്മുടെ സംഘാടകർക്ക് വിഷമാവും. അതുകൊണ്ട് പോയേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചു. അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ കഴിഞ്ഞു. അല്ലാഹു നമ്മെ ഖബൂലാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ പുരുഷന്മാരും എണീറ്റ് വന്ന് ബായാർ സ്വലാത്തിന്റെ CD കാറിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കാൻ ശ്രമിക്കണം. കലണ്ടർ എല്ലാവരും വാങ്ങണം. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആണുങ്ങൾ എല്ലാവരും അടുത്തൂര് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അദീം. സ്വലാത്തിന് വേണ്ടി വന്ന എല്ലാ പുരുഷന്മാരും ആരോഗ്യമുള്ളവരൊക്കെ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് ഇങ്ങോട്ട് കടന്നു വരണം. നിൽക്കാൻ കഴിയുന്നവരെല്ലാം നിൽക്കണം, നിൽക്കാൻ കഴിയാത്തവരിക്കണം. എത്രയോ ആളുകൾ സ്വലാത്ത് കൊണ്ട് സുഖപ്പെട്ട ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചിക്ക്മാംഗ്ലൂരിൽ ഒരു ഉറൂസിന് പോയി. അപ്പൊ ഉറൂസിന് ഞങ്ങളെ കാറിന്റെ മുമ്പിൽ ഒരു ആംബുലൻസ് ഇങ്ങനെ സ്പീഡായി പോവാ. അങ്ങനെ സ്റ്റേജിന്റെ മുമ്പിൽ പോയിട്ട് ആംബുലൻസിൽ നിന്ന് ഞങ്ങള് വാഹനത്തിൽ ഇറങ്ങിക്ക് ഞങ്ങളോട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ മാസങ്ങളോളമായി ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്നടക്കം ഒഴിവായി വീട്ടിലായിരുന്നു. ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഈ ആംബുലൻസിൽ ഉണ്ട്. ആ ചെറുപ്പക്കാരന്റെ അടുത്ത് പോയതിനു ശേഷം സ്റ്റേജിലേക്ക് കയറാം എന്ന് കൂടുള്ള ആളുകൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആംബുലൻസിന്റെ അടുത്ത് പോയി. ഒരു ചെറുപ്പക്കാരൻ കണ്ണ് ചിമ്മിയിട്ട് ഇങ്ങനെ കിടക്കുക, ബോധമില്ലാത്ത അവസ്ഥ. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു. ബായാറ് സ്വലാത്തിന് വരാൻ വേണ്ടി നിർദ്ദേശിച്ച് സ്വലാത്തിന് കൂടാൻ നിയ്യത്താക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ദിവസങ്ങൾക്ക് ശേഷം തങ്ങളെ പേരിൽ യാസീൻ ഓതി മുബീനെത്തുമ്പോൾ മന്ത്രിക്കാനും പറഞ്ഞിരുന്നു. ആ സഹോദരൻ ബോധം വന്നു, കണ്ണു തുറക്കാൻ തുടങ്ങി. തൊട്ടടുത്ത സ്വലാത്തിന്റെ ദിവസം ചെറുപ്പക്കാരനെയും കൂട്ടി അതേ ആംബുലൻസിൽ ബായാറിലേക്ക് വന്നു. ഞാൻ ബായാർ ഗ്രൗണ്ടിലെത്തി ആംബുലൻസിന്റെ അടുത്തേക്ക് സ്വലാത്തിന്റെ ദിവസം മഗ്‌രിബിന്റെ ശേഷം ഇറങ്ങിച്ചെന്നു. ആ ചെറുപ്പക്കാരനായ കുട്ടി എന്നോട് ചിരിച്ചു. അങ്ങനെ കഴിഞ്ഞ മാസത്തെ ബായാർ സ്വലാത്തിനും ആ ബഷീർ എന്ന് പറയുന്ന സുഹൃത്ത് വരികയും ഒരു ഭാഗം മുഴുവനും ചലിക്കാൻ തുടങ്ങിയ സന്തോഷം പറഞ്ഞ് എന്റെ കയ്യെ തരുകയും ചെയ്ത ആ ബഷീർ ഇന്നും നമ്മുടെ ഈ സദസ്സിൽ ഉണ്ട്. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. എത്രയോ ആളുകൾക്ക് ഞാൻ കൊടകിലെ ഉമറുൽ ഫാറൂഖിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഞാൻ പറഞ്ഞു, ഉമറുൽ ഫാറൂഖിനെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ GM ഒക്കെ സ്ഥിരം ലൈവിന്റെ GM മദനി ഇല്ലേ, കണ്ടിട്ടില്ലേ? എല്ലാ സ്വലാത്തിനും നമ്മുടെ പരിപാടിക്കെല്ലാം ഉണ്ടാവും. അള്ളാഹു ബർക്കത്തിന് കൊടുക്കട്ടെ, അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. അപ്പോ അങ്ങനെ ഞാൻ അതിന്റെ മഹത്വം അത് വിഷയം പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ അവിടെ സ്വലാത്തിന് വരുന്നവരാണ്. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം ആ വിഷയങ്ങളൊക്കെ. അപ്പോ സ്വലാത്ത് വലിയ പവറാണ്, സ്വലാത്തിന് വലിയ ഷറഫാണ്. അത് നമ്മുടെ ആരുടെയും പവറല്ല, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത ഷറഫാണ്. അത് ഉൾക്കൊള്ളണമെങ്കിൽ അത് സുന്നികൾക്കേ പറ്റൂ. സുന്നി അല്ലാത്തവന് അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാനും സ്നേഹിച്ചവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാൻ പറഞ്ഞവരെ ഉൾക്കൊള്ളാനും പറ്റൂല. ഇൻഷാ അല്ലാഹ് ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا حي يا قيوم يا حي يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدي يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കി തരട്ടെ. ഇപ്പോൾ ദ്വാരന്ന് മജ്‌ലിസ് പൂർത്തിയാക്കി. എനിക്ക് പരിചയമുള്ള കുറേ മുഖങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ബായാറ് സ്വലാത്തിന് വരുന്ന കുറേ ആളുകൾ, ഒരുപാട് സാധാരണക്കാർ, നമ്മുടെ മുണ്ടപ്പതവ്, മംഗലാപുരം, മഞ്ഞനാടി, അബ്ദുൽ ഹമീദും ഇന്നത് അവിടെ സക്ലേശ്പുരത്ത് ബഹുമാനപ്പെട്ട ഷാഫി സൈദി ബായാറ് സ്വലാത്തിനെ സംബന്ധിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നു. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ഉലമ സയ്യിദ് ഖലീൽ തങ്ങൾ, പൊസോട്ട് തങ്ങൾ, പേരോട് ഉസ്താദ്, പന്മള ഉസ്താദ്, പന്മള ഉസ്താദ് അടുത്ത സ്വലാത്തിന്, കൂറ്റമ്പാറ ഉസ്താദ്, പന്മള ഉസ്താദ്, എല്ലാ ആലിമീങ്ങളും സാദാത്തുക്കളും താജുൽ ഉലമനെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ സാധാരണ ബായാറിന് ഞായറാഴ്ച മലപ്പുറത്ത് പോവാം. അങ്ങനെ അന്ന് എനിക്ക് മലപ്പുറത്ത് ഒരു പരിപാടിക്ക് എത്തണം. മഗ്‌രിബാകുമ്പോഴേക്കും മലപ്പുറത്ത് എത്തണം. അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷായി ഉള്ളാളത്ത് പോയി. ഉള്ളാളത്ത് പോകുമ്പോൾ കുറേ ഉസ്താദുമാരുണ്ട്, വലിയ മുദരിസന്മാർ, എല്ലാം ഉള്ളാളത്തെ ബാബാനെ കാണാൻ വന്നു. അപ്പം എന്നോട് ഉള്ളാളത്തെ ബാബാന്റെ ഹാദിം കരിമാജി പറഞ്ഞു, അവരൊക്കെ ഓടിച്ചിട്ട് വിട്ട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എനിക്ക് മഗ്‌രിബിനും മലപ്പുറത്ത് എത്തണമല്ലോ, അവിടെ ഇരിക്കണ്ട, നിങ്ങൾ പോയി നോക്കിയെന്നല്ല. ഞാനങ്ങനെ ചെന്നു. വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചന്ദന പൊടി ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സലാം പറഞ്ഞു വാതിൽ. വഅലൈക്കും അസ്സലാം, ബായാർ എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പാപ്പാനെ കാണാൻ വന്നതാ, അവിടുത്തെ ഉറൂസ് നടക്കുന്ന സമയമാണല്ലോ, ഇവിടെ വരി, അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് എന്തിനാ പോകുന്നു? ദ്വാരിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. അള്ളാഹ് നന്നാക്കട്ടെ, അള്ളാഹ് ബർക്കത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ദ്വാരിച്ചിട്ട് വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മലപ്പുറത്ത് പോവാണ്. വന്നത് വരുന്ന വെള്ളിയാഴ്ച ബായാറ് സ്വലാത്തിന് പാപ്പ വരണം, അതിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. പാപ്പ എനിക്ക് വീർപ്പ് മുട്ടിയിട്ട് പോയി, അപ്പം വരാനും ഞാൻ എവിടേക്കും പോക്കില്ല, വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വരണം സ്വലാത്തിന്, അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ്, ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്, നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്വലാത്തിന് വരും എന്ന പ്രതീക്ഷയിൽ നമ്മുടെ കുട്ടികളോട് പറയുകയും അവർ താജുൽ ഉലമ വരുമെന്ന് എല്ലായിടത്തും പ്രചരിപ്പിച്ച് വെള്ളിയാഴ്ച 3 ദിവസം 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സ്വലാത്തിന്റെ ദിവസം എല്ലാവരും താജുൽ ഉലമ വരും എന്നുള്ള ഇങ്ങനെ പ്രതീക്ഷയിൽ അങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞ് സ്വലാത്തിന്റെ സദസ്സിൽ നമ്മുടെ പള്ളംകൂട് അബ്ദുൽ ഖാദർ മദനി
BS കുഞ്ഞി ഫൈദ് എല്ലാവരും വന്നു. സ്വലാത്തിന് വരുന്ന ആളുകളാണ്, ജില്ലയിലെ നേതാക്കളൊക്കെ അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ താജുലുലമ വരൂല. എന്ത് താജുലുലമക്ക് തീരെ സുഖമില്ല, ശ്വാസം മുട്ടിയിട്ട് വലിയ പ്രയാസമാണ്. അങ്ങനെ നമ്മൾ വിളിച്ചു ചോദിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വരാൻ കഴിയുന്നില്ല, തീരെ വയ്യ, എന്താ ചെയ്യാ? മനസ്സിന് വല്ലാത്ത വിഷമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഉള്ളടത്തപ്പോൾ ഒരു ആഫിയത്ത് കിട്ടി വന്നെങ്കിൽ എന്ന് മനസ്സിൽ ചിന്തിച്ചു. 1.25 മണിക്കൂർ കഴിഞ്ഞ ഉടനെ നമുക്ക് ഫോൺ വരുന്നു, തങ്ങളെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, താജുലുലമയും കൊണ്ട് പുറപ്പെട്ടു, തെക്കോട്ടിലെത്തി, വളരെ പെട്ടെന്ന് ബായാറിലെത്തും. അൽഹംദുലില്ലാഹ്. അങ്ങനെ ബായാറിൽ വന്നു. ഞങ്ങൾ വണ്ടിൻ്റെ അടുത്ത് പോയി കൈ പിടിച്ചു നമ്മളെ റൂമിലേക്ക് കൊടുത്തു, പള്ളിൻ്റെ റൂമിൽ. അപ്പോൾ ഐസ്ക്രീമൊക്കെ നല്ല ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും അറിയാലോ. ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ എന്നോട് റൂമൊക്കെ കയറിയൊക്കെ പറഞ്ഞു, ബാപ്പു നമ്മൾ 2 ആൾ മാത്രം മതി, ബാക്കി എല്ലാവരും പുറത്തു പോയിക്കോട്ടെ. ആ വാതിലടച്ചു. അങ്ങനെ ഞാൻ വാതിലടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐസ്ക്രീം കൊടുന്ന് കുറച്ച് തരട്ടെ, ഇപ്പം നിൽക്കട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറെ പദ്യങ്ങൾ ചൊല്ലിയിട്ട് ഏത് കിതാബിലാ പറഞ്ഞെന്നറിയാം, അതാര് പറഞ്ഞെന്നറിയാം, ഞാനിങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ താജുൽ ഉലമ അന്ന് ചൊല്ലിയ പദ്യങ്ങളിലും അന്ന് പറഞ്ഞ സംസാരങ്ങളിലൊക്കെയും മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. താജുൽ ഉലമയുടെ വഫാത്തിന് മുമ്പ് അവസാനം അത്രയും ആളുകൂടിയ സദസ്സ് ബയാർ സ്വലാത്തായിരുന്നു, മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ആ സദസ്സ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് സ്റ്റേജ് പോവാ, നേരെ കുറെ ആയില്ല പാപ്പ, സ്റ്റേജിക്ക് പോവാനായില്ലേ, പോവല്ലേ, ആയിക്കോട്ടെ. തലികെട്ടെല്ലാം വെച്ച് ജുബ്ബൊക്കെ എടുത്തിട്ട് എല്ലാം ശരിയാക്കി ഞങ്ങള് സ്റ്റേജ് കൊണ്ടുപോയിരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, എന്താ വേണ്ടത്? ഞാൻ ഇനിയെന്താ വേണ്ടത്? നസീഹത്ത് ഒരു നസീഹത്ത് എന്ന് പറഞ്ഞ് ഒരു വാക്ക് പോലും പറയാൻ, ഒരു കലിമത്ത് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അന്ന് താജുൽ ഉലമ ഒരുമിച്ച് കൂടിയ 10,000 പറഞ്ഞു, മക്കളെ, നിങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. ആ താജുൽ ഉലമ ഞാനൊരു ദിവസം ഇങ്ങനെ ഉള്ളപ്പോ നമുക്ക് മലപ്പുറത്തേക്ക് പുരേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾ കരുവന്തിരുത്തിയിൽ ഞാൻ ഉണ്ടാവുമ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കരുവന്തിരുത്തിയുള്ള ഒരു ദിവസം ഞാൻ പോയി കരുവന്തിരുത്തി. രാവിലെ 11 മണിക്ക് എത്തി. ഇപ്പൊ പോവല്ലേ, വലിക്ക് പോവല്ലേ, വാപ്പോ വെച്ചല്ലോ തീരെ. ഏതായാലും ലോറ് കഴിയട്ടെ, ലോറ് വാങ്ങി കൊടുത്തു. ലോറ് നിസ്കാരം കഴിഞ്ഞേക്ക് ഞാൻ ചോദിച്ചു, എന്നാ പോയി കണ്ടു പോരെ, ആയിക്കോട്ടെ. അങ്ങനെ പെരിക്ക് വന്നു. എന്റെ വീട്ടിൽ മലപ്പുറത്ത് ലോറിന് ഉച്ചക്ക് എത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. മഗ്‌രിബ് വരെ അവിടെ ഇരുന്നിട്ട് മഗ്‌രിബിന് എന്നോട് പൂക്കായ പറഞ്ഞു, പേരക്കുട്ടി എന്നോട് പറഞ്ഞു, പവാക്കുന്ന് 2 സ്ഥലത്ത് പോവാണ്ട്, നിങ്ങൾ പോയിട്ട് പോവെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയിട്ട് പറഞ്ഞു, 2 സ്ഥലത്ത് പരിപാടി ഉണ്ട്, പോവല്ലേ നമുക്ക് പോവാ. അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞത്, അന്ന് കരുവന്തിരുത്തിയിൽ നിന്ന് പെരയിലെത്തിയോളം, പെരയിൽ നിന്ന് കരുവന്തിരുത്തി എത്തുവോളം ഞാൻ നമ്മളെ വണ്ടി തന്നെ പോയത്. എന്നോട് ചോദിച്ചു, കൊടുന്നാക്കാനും കൊണ്ടുവരാനും അല്ലെങ്കിൽ കൊടുന്നാക്കാനും ഞാൻ തന്നെ പോരാ, എത്ര ബുദ്ധിമുട്ടാണ്. അന്ന് താജുൽ ഉലമന്റെ ആ യാത്രകളിൽ മുഴുവനും ദിക്റുകളും ഹിസ്ബുൽ ബഹറും മറ്റ് അദ്കാറുകളും സ്വലാത്തുകളുമായി ബന്ധപ്പെട്ട മഹാനരായ ശൈഖുനാ താജുൽ ഉലമ കരുവന്തിരുത്തി മഠത്തിൽ പാടം സ്വലാത്ത് നടത്തുന്നുണ്ട്, പണ്ഡിത ദർസും സ്വലാത്ത്. അങ്ങനെ കരുവന്തിരുത്തിക്ക് ഉള്ളാളെന്ന് പുറപ്പെട്ടതാണ്. കാസർഗോഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ മൂത്രമൊഴിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ യാത്ര കരുവന്തിരുത്തിയിൽ എത്തൂല. അപ്പോ ഇവിടെ ഈ ഏതപ്പോ ഒരു മക്കാമുള്ള ചെറുതൂരല്ല, മക്കാമുള്ള സ്ഥലം എട്ടിക്കുളത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് കരുവന്തിരുത്തിക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് എന്ന നിലക്ക് പറഞ്ഞപ്പോ അഷറഫ് തങ്ങളോട് പറഞ്ഞു, ആ ബായാറിലെ തങ്ങളോട് പോകാൻ പറയും കരുവന്തിരുത്തി. അങ്ങനെ ഞാൻ കരുവന്തിരുത്തിയിൽ മഗ്‌രിബാവുമ്പോ എത്തി. ഉള്ളാളത്തെ പാപ്പ നേതൃത്വം നൽകുന്ന സദസ്സിൽ മിസ്കീനായ മുത്താലിമായ എനിക്കും ബർക്കത്തിന് വേണ്ടി ഒന്ന് ഇരിക്കാമല്ലോ എന്ന് കരുതി ബർക്കത്ത് ഉദ്ദേശിച്ച് അവിടെ എത്തി.
ആ മജ്‌ലിസിലും എത്തിപ്പെടാൻ സാധിക്കുകയും അവസാനം സൗദിയിലെ ദമാമിലുള്ള സമയമാണ് താജുൽ ഉലമയുടെ വഫാത്ത് അറിഞ്ഞത്. ഇന്നാ ലില്ലാഹ്. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ സാദാത്തുക്കളിൽ തുല്യതയില്ലാത്ത ഒരു പുരുഷായുസ് മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ച ശൈഖുന താജുൽ ഉലമയുടെ ദറജ ഉയർത്തണം റഹ്മാനെ. ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാർക്കും കൻസുൽ ഉലമ, ചിത്താരി ഉസ്താദ്, റഈസുൽ ഉലമ, സുലൈമാൻ ഉസ്താദ് ഒക്കെ ബായാർ സ്വലാത്തിന് വന്നവരാണ്. അല്ലാഹുവേ, ഈ റഈസുൽ ഉലമ, സുലൈമാൻ ഉസ്താദ്, അതുപോലെ കൻസുൽ ഉലമ, ചിത്താരി ഉസ്താദ് ഒക്കെ രോഗികളാണ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. നമ്മുടെ ജമാഅത്തിന്റെ വകയായി മഹാനായ തങ്ങൾ ഉസ്താദ് അവർക്ക് ആദരവ് നൽകുകയാണ്. അതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഗൗരവാധ്യക്ഷരായ ബഹുമാനപ്പെട്ട മോറത്തങ്ങളും അതുപോലെ തന്നെ മാർനലി തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാഫി സയ്യിദ് ഉസ്താദ് അവരുകളെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ಈ ಕಾರ್ಯಕ್ರಮದ ಮುಖ್ಯ ಪ್ರಭಾಷಕರು, ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆಗೊಳಿಸಿದಂತಹ ರಾಜ್ಯ ವಕ್ಫ್ ಮಂಡಳಿ ಇದರ ಗೌರವಾನ್ವಿತ ಶಿಕ್ಷಕರು, ರಾಜ್ಯ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ ಫೆಡರೇಷನ್ ಇದರ ಗೌರವಾನ್ವಿತ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ನಮ್ಮೆಲ್ಲರ ಹೆಮ್ಮೆಯ ವಾಗ್ಮಿಯಾಗಿರುವಂತಹ ಬಹುಮಾನ್ಯರಾದಂತಹ ಶಾಫಿ ಸಯ್ಯಿದ್ ಉಸ್ತಾದ್ ಅವರಿಗೆ ಜಮಾತ್ ಹಾಗೂ ಇಲ್ಲಿಯ ಆಡಳಿತ ಸಮಿತಿಯಿಂದ ಒಂದು ಕಿರು ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ, ಅದನ್ನು ಬಹುಮಾನಪಟ್ಟ ತಂಗಲ್ರವರು ಅದೇ ರೀತಿ ಸಮಿತಿಯವರು ಸಹ ನಿರ್ವಹಿಸಿಕೊಂಡು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಈ ಒಂದು ಸಂಸ್ಥೆಯ ಜಮಾತಿನ ಗೌರವಾಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಬಹುಮಾನ್ಯ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ತಂಗಲ್ರವರಿಗೂ ಸಹ ಜಮಾತ್ ಆಡಳಿತ ಸಮಿತಿ ವತಿಯಿಂದ ಒಂದು ಕಿರು ಸನ್ಮಾನ. ಬಹುಮಾನ್ಯರಾದಂತಹ ಬಾಯರ್ ತಂಗಲ್ ಉಸ್ತಾದ್ರವರು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ನಿರ್ವಹಿಸಿಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿ ನಮ್ಮೊಂದಿಗೆ 2 ಹಿತವಚನವನ್ನು ನೀಡಿದಂತಹ ಈ ಭಾಗದ ಜನಪ್ರಿಯ ಸಯ್ಯದರು ಆಗಿರುವಂತಹ ಮಾರ್ನಳ್ಳಿಯ ಮೊಹಮ್ಮದ್ ಶಾಫಿ ನಹೀಮಿ ತಂಗಳ್, ಇವರಿಗೂ ಸಹ ಬಹುಮಾನ್ಯರಾದಂತಹ ಬಾಯರ್ ತಂಗಲ್ ಉಸ್ತಾದ್ರವರು ಸನ್ಮಾನವನ್ನು ಮಾಡುತ್ತಿದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا
أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راغبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا. ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്ത് സലാം തങ്ങളെ മദ്ഹ് അവിടുത്തെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാൻ. നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഹബീബായ തങ്ങളെ ഇഷ്ഖനാൽ ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം റഹ്മാൻ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് പോലെ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم أحيي قلوبنا بنور معرفتك يا رب العالمين. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلب قلب حياتك رب. إيمان يترنم الله، تقوى يترنم റഹ്മാന്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയയെ നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മജ്‌ലിസിലെത്തിപ്പെട്ട സാദാത്തുക്കള്, വഅദ് പറയാൻ വേണ്ടി വന്ന ഉസ്താദുമാരടക്കം ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കള്, പ്രവർത്തകര്, സഹായികള്, സഹകാരികള്, സഹോദര സഹോദരിമാര്, ബായാറ് സ്വലാത്തിലും ഞങ്ങളെ മജ്‌ലിസുകളിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഈ മജ്‌ലിസിലും ക്യാൻസർ ബാധിച്ചവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റിൽ, സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാര് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഒരു മുറുക്ക് വെള്ളം വയറ്റിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന, രാത്രി കിടന്നാൽ ഉറക്കില്ലാതെ വേദന കൊണ്ട് പെടയുന്ന രോഗി, ആ വ്രണപ്പെട്ട ക്യാൻസർ ബാധിച്ച മുറിവിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ പറഞ്ഞു തങ്ങളെ മരിക്കാൻ ദ്വാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ചെറുപ്പക്കാരുൾപ്പെടെ അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാൻ. സകല ക്യാൻസറും സുഖപ്പെടുത്തണം റബ്ബേ. റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. അർഹമുർ-റഹീമായ റബ്ബേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ. നടക്കാത്തവര്, വൈകല്യമുള്ളവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്. കഴിഞ്ഞ ഞങ്ങൾ മലപ്പുറത്ത് പരതക്കാട് കല്ലൂർ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ നമ്മൾ മാസത്തിൽ സ്വലാത്തിൽ പോവല്ലോ. അങ്ങനെ ആ സ്വലാത്തിന്റെ സദസ്സിലേക്ക് ഖത്തറിൽ ജോലി ചെയ്യുന്ന അന്ന് വടശ്ശേരി അസം മുസ്ലിയാരാണ് ഉദ്ബോധനം, പ്രഭാഷണം. അങ്ങനെ വടശ്ശേരി അസം മുസ്ലിയാരുണ്ട് സ്റ്റേജിൽ, ഒരുപാട് ആലിമീങ്ങളുണ്ട്. ആ സദസ്സിലേക്കാണ് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് എല്ലാവരും കൂടി. അപ്പോ ഖത്തറിൽ ജോലി ചെയ്യാണ്, പോവാൻ ടിക്കറ്റും ഒക്കെ ആക്കിയാണ് ഖത്തറിലേക്ക്. ഒരു ഭാഗം കുഴഞ്ഞുപോയി, ശരീരം പറിച്ച് കൊണ്ടുവന്ന് സദസ്സിൽ വന്നപ്പോ ഞാൻ പറഞ്ഞത് സ്വലാത്തിന്റെ സദസ്സല്ലേ, എത്രയോ സ്വലാത്തിന്റെ സദസ്സിൽ സുഖപ്പെട്ടിട്ടില്ലേ, നിങ്ങൾ നല്ല നീയത്തിൽ അവിടെ കുത്തിർന്നോളൂ, ഈത്തിക്കോളി എന്ന് പറഞ്ഞ അവിടെ ബാക്കിൽ കസാലയിൽ കൊണ്ടുപോയിട്ട് കയ്യും കാലും പറിച്ച് ഒരു ഭാഗം കുഴഞ്ഞു. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ദുആ കഴിഞ്ഞ് ഞാൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞ് ദുആ പൂർത്തിയാക്കുന്ന സ്വലാത്ത് അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരൻ എണീറ്റ് വന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞാനിതാ സുഖപ്പെട്ടു, എന്റെ കുഴച്ചിൽ മാറി, എനിക്ക് ശിഫയായി എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ മുദരിസ് മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് ഒരു ഭാഗം തളർന്ന ചെറുപ്പക്കാരൻ സ്വലാത്ത് കഴിഞ്ഞപ്പോഴേക്ക് സുഖപ്പെട്ടു എന്ന സന്തോഷം പറഞ്ഞപ്പോ സദസ്സിലുള്ളവരെല്ലാവരും കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് നിന്റെ ഹബീബിന്റെ ശറഫ് പറയാണ്. നബിയെ, തങ്ങൾക്ക് തങ്ങളെ റബ്ബ് ചെയ്ത അനുഗ്രഹം എടുത്തു പറയണം എന്ന് ഖുർആന്റെ നിർദ്ദേശമാണ്. ജമ്മുൽ ജവാമി ഓതിയ കുട്ടികൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് അറിയാം, ശുക്റുൽ മുൻഅമി വാജിബുൻ, നിഅമത്തിന് ശുക്ർ ചെയ്യൽ നിർബന്ധാണ്. അപ്പൊ തങ്ങളെ കൊണ്ട് നമ്മൾക്ക് കിട്ടിയ സന്തോഷം ശുക്റായിട്ട് പറയാണ്. റബ്ബേ, നിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ ബഹുമാനം പറയാണ്. ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, വറാ കുറഞ്ഞവരാണ്. എങ്കിലും യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ബിറഹ്മതിക നസ്തഈദ്, ലൈസ ലദൈനാ അമലുൻ യുഖർരിബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്സാലിഹീൻ. അവരെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കി. ആര് നടക്കാത്തവരുണ്ടോ നീ നടത്തണം റഹ്മാൻ. കഴിഞ്ഞ എരുമാടിലെ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ജമാഅത്തിൽപ്പെട്ട ഉമറുൽ ഫാറൂഖ് ജീവിതത്തിൽ നടക്കൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതി നട്ടലിന് വലിയ ഓപ്പറേഷൻ നടന്ന ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ സദസ്സിലേക്ക് നടന്നു വന്നത്. സ്വലാത്തിന്റെ ബഹുമാനമാണ്. എത്രയോ നടക്കാത്തവർ അപകടം പറ്റിയിട്ടും ഒരു ഭാഗം കഴിഞ്ഞിട്ടും ജന്മനാ വൈകല്യമുള്ളവരും ഉൾപ്പെടെ നീ നടത്തണം അല്ലാഹ്. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാഹ്. നടത്താത്തവരെ നടത്തണം അല്ലാഹ്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബ്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബ്.
ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും സ്റ്റോൺ ഉള്ളവരുണ്ട്, നീ ശിഫയാക്കണം റഹ്മാന്. വയറ്റിൽ പുണ്ണ്, പൈൽസിന്റെ അർശസിന്റെ രോഗം, വയറ്റിൽ മുഴയുള്ളവര്, ഗർഭപാത്രത്തിൽ മുഴയുള്ളവര്, ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവര്, ഓപ്പറേഷൻ പറഞ്ഞവര്, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവര്, മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ സകല രോഗങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാഹ്. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, ലിവറിന് പ്രശ്നമായിട്ട് ഒരാളെ വയറിങ്ങനെ വീർത്ത് മുട്ടിയിട്ട് വല്ലാത്ത അവസ്ഥയിൽ ശ്വാസം വിടാൻ പോലും പ്രയാസം. റബ്ബേ ശിഫയാക്കണം റഹ്മാൻ. ആഫിയത്താക്കണം റഹ്മാൻ. സലാമത്താക്കണം റഹ്മാൻ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ശരീരം കീറി മുറിക്കേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയിൽ, മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും സ്നേഹികളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന്. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് ഞങ്ങളൊരു ഭാഗത്ത് നീ തളർത്തല്ല അല്ലാഹ്. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ആര് ഏത് രോഗത്താൽ വിഷമിക്കുന്നു നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, തകർക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വശമാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാൻ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. രാപകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കിന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും ICUവിലും വെന്റിലേറ്ററിലും ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല അല്ലാഹ്. ആ നിലക്ക് ബോധമില്ലാതെ ഓക്സിജനിലും വീട്ടിലും ICUവിലും വെന്റിലേറ്ററിലൊക്കെ ഉള്ളവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലയ്ക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലരിലും നിന്റെ ഹബീബിനാൽ നീ വലിയ ബർക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്ത് പൊതിയണം റഹ്മാൻ. റബ്ബേ, സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റഹ്മാൻ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കുടുംബം ഛിന്ന ഭിന്നമാക്കല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. ഏത് സിഹറായിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ സ്ഥാപനങ്ങളെയോ മജ്‌ലിസുകളിലോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസിൽ സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാഹ്. ഐന നശിപ്പിക്കണം റബ്ബേ. ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാനെ. സാഹിദീങ്ങള്, ഹാസിദീങ്ങള്, ളാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫതാനീങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബ്ബിരീങ്ങള്, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദായികളെ ശർറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നിരപരാധികൾ ഉൾപ്പെടെ നീ ജയിൽ മോചനം നൽകണം റഹ്മാന്. നീ സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ഒരു ചതിയിലും കള്ളക്കേസിലും പെടുത്തല്ല റഹ്മാൻ.
അർഹമർറഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മൗതായ വഫാത്തായ പ്രിയപ്പെട്ടവർ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്, വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ഗൾഫിലും നാട്ടിലും ജോലി നൽകണം റഹ്മാനെ. കഫീലിന്റെ പ്രശ്നം പറഞ്ഞവര്, ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നം, കുടുംബ ജീവിതത്തിൽ പ്രശ്നം, ഇൽഫത്തിലും സ്നേഹത്തിലുമാക്കണം റഹ്മാനെ. ഹറാമിന്റെ സ്നേഹബന്ധങ്ങൾ ഖൽബിൽ നിന്ന് നീക്കി തഖ്വ വർദ്ധിപ്പിച്ച് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബ് നിറക്കണം ഞങ്ങൾക്കും അവർക്കും. ഖൽബ് നിറക്കണം റഹ്മാനെ, ഞങ്ങളെ മുത്തഖീങ്ങളാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ ഹബീബായ തങ്ങളെ കണ്ടവര് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ഖിതാബ് സലാം പറയുമ്പോൾ തങ്ങളെ ഖൽബിൽ തസവ്വുറാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ മിസ്കീന്മാരായ ഞങ്ങൾക്ക് തങ്ങളെ തെളിഞ്ഞ് കാണണം. അവിടുത്തെ സ്വഹാബത്ത് പ്രശംസിച്ച കാന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖത്തുകൂടെ സൂര്യൻ കറങ്ങുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടെന്ന് പറഞ്ഞ അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്ക് ഈ മജ്ലിസ് ഖബൂലാക്കി തരണം റഹ്മാനെ. അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരു ചതിയന്മാരെ, ഒരു ശത്രുക്കളെ ഷർറിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്, ഒരു ഫിത്നയിലും അകപ്പെടുത്തല്ല അല്ലാഹ്. നിന്റെ ബദരീകളെ കാവൽ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണം റഹ്മാനെ. ഒരുപാട് കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്ക് ദുനിയാവിന്റെ താല്പര്യത്തിലല്ല ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഔലിയാക്കളെ ആലിമീങ്ങളെ സാദാത്തുക്കളെ നേതൃത്വം അംഗീകരിച്ച് നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് മദ്ഹ് ലോകം മുഴുവനും പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് ഏറ്റി തന്നിട്ട് തങ്ങളെ കാണിക്കുമ്പോ മൗത്തിന്റെ സമയം എത്ര തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റബ്ബേ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة